കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ഹൈഡ്രോളിക് ബ്രിഡ്ജ് പ്രവർത്തനരഹിതമായിട്ട് ഇന്നേക്ക് 4 വർഷം. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബ്രിഡ്ജിന്റെ മെയിന്റനൻസ് പ്രവർത്തനങ്ങളൊന്നും കൊറോണയ്ക്ക് ശേഷം നടന്നിട്ടില്ല. പാലത്തിന്റെ പല ഭാഗങ്ങളും ഇതിനോടകം തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു. മെയിന്റനൻസ് ഉള്ള തുക അനുവദിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് DMO പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ഹൈഡ്രോളിക് പാലം, ആ പാലത്തിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2017 എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലമാണിത്. എന്നാൽ ഇന്ന് ആ പാലത്തിന്റെ അവസ്ഥ ഏറെ ദയനീയമാണ്. പാലത്തിന്റെ പല ഭാഗങ്ങളും തുരുമ്പെടുത്ത് നശിച്ചു. 2017 AK ശശീന്ദ്രൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കവെയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച കൈപ്പുറത്ത് കനോലി കനാലിന് സമീപത്ത് ഹൈഡ്രോളിക് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. കേരള ഇലക്ട്രിക്കൽ ബോർഡ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിനായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല. വലിയ ബോട്ടുകളും മറ്റും കനാലിലൂടെ വരുമ്പോൾ ബ്രിഡ്ജ് ഉയർത്തിക്കൊണ്ട് ജലഗതാഗതം സാധ്യമാകുമെന്നതാണ് ഹൈഡ്രോളിക് ബ്രിഡ്ജിന്റെ പ്രത്യേകത. പാലം നിർമ്മിച്ച ഇലക്ട്രിക്കൽ ബോർഡ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിനായിരുന്നു പാലത്തിന്റെ മെയിന്റനൻസ് ചുമതല. എന്നാൽ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം 2 തവണ മാത്രമാണ് കമ്പനി പാലത്തിന്റെ മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തിയത്. മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ നടത്താത്തതുകൊണ്ട് തന്നെ പാലത്തിന്റെ പല ഭാഗങ്ങളും തുരുമ്പെടുത്ത് നശിച്ചു. ബ്രിട്ടീഷുകാർ കെട്ടിയ പാലമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അതിനുശേഷം പൊളിഞ്ഞു വീഴാറായപ്പോൾ നാട്ടിലും കൂടി ചെറിയൊരു മരത്തിനെ പാലാക്കി. അതും സൗകര്യം കുറഞ്ഞതുകൊണ്ടാണ് എല്ലാവരും കൂടി MLA ഫണ്ടും പിന്നെ നാട്ടുകാർ പിരിച്ചെല്ലാം കൂടി പൈസ ഒക്കെ എടുത്തുകൊണ്ട് ഇതേപോലെ ഹൈഡ്രോളിക് പാലാക്കിയത്. അത് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഈ കൊറോണൻ്റെ മുമ്പും ഉണ്ടായിരുന്നത്. കൊറോണ പൊക്കലും ഒക്കെ ഉണ്ടെന്ന് സർവീസ് ചെയ്യലുണ്ടെന്നും അപ്പോൾ ശേഷം ഉണ്ടായിട്ടില്ല. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനായി സർക്കാരിൽ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഫണ്ട് അനുവദിക്കാത്തത് മൂലമാണ് പ്രവർത്തനം നടത്താൻ കഴിയാത്തതെന്ന് DMO പറഞ്ഞു. ഇനിയും പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ പാലം തുരുമ്പെടുത്ത് നശിക്കുകയും കൃത്യമായി ഉയർത്താൻ സാധിക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. ജനം, കോഴിക്കോട്.